ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ. അപ്പം ഫോൺ സ്വിച്ച് ഓഫായി. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്, പക്ഷേ എന്തോ ചെയ്യാനോ പറ്റിയില്ല. അപ്പോൾ ഇതാ ഞാൻ നല്ലൊരു പപ്പട മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് അത് ഒന്ന് തണുത്തിരുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കത്തക്ക രീതിയിൽ ഒരുപാട് പൊടിക്കണ്ട, നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കറണ്ടില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അരകല്ല് വെച്ച് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മുളക് പൊടിച്ച് മാറ്റി വെച്ചു. ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി, ഞാനിവിടെ ഒരു 10-25 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. എന്ന് പറയുന്നത് ചെറിയ ചുവന്നുള്ളിയായിരുന്നു. വലുതൊക്കെ ആണെങ്കിൽ 10-15 മതിയാവും. അപ്പോൾ അത് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അതാ ഞാൻ ഒരു 10 പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന്. അപ്പോൾ എത്ര ഉണ്ടോ, എത്ര പേർക്ക് വേണമെന്നനുസരിച്ച് അതുള്ളത് കൂടുതലും കുറച്ചും ഒക്കെ എടുക്കാം. കുറച്ച് വേണമെന്നുള്ളവർ കുറച്ചെടുക്കുക, കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലെടുക്കുക. അപ്പോൾ അതുപോലെ മുളകും ഉള്ളിയും ഒക്കെ കൂടുതലെടുക്കുക. അപ്പോൾ ഇതാ പപ്പടമെല്ലാം ഇതുപോലെ ഞാൻ കുറേശ്ശെ ഒത്തിരി എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ആ എണ്ണ വീണ്ടും എടുത്ത് വീണ്ടും വെച്ച് ഉപയോഗിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് എല്ലാം മൂപ്പിച്ചെടുത്ത്. ഇപ്പോൾ നമ്മുടെ പപ്പടം എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം ചുമന്നുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 25 ചുവന്നുള്ളിക്ക് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. പൊടി ഉള്ളിയായിരുന്നു കേട്ടോ, ഒത്തിരി പൊടിയായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് ആ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. പപ്പടത്തിന് ഉപ്പ്, അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാൻ. അപ്പോൾ ആ ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇതൊക്കെ നമ്മൾ വഴന്നെടുത്താൽ പോരാ, നല്ലപോലെ മൊരിയണം. അപ്പോൾ നമ്മളിതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് നല്ല വാടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉള്ളി നല്ലപോലെ ഒന്ന് ഇതായി വരട്ടെ. ഇപ്പം തന്നെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നല്ലതുപോലെ മൊരിമുരാന്നാവണം. നല്ല മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. എന്ന് വെച്ചാൽ ഈ പപ്പടം ഉടനെ നമ്മൾ മൊത്തത്തിൽ ഞാൻ കഴിക്കത്തില്ല. ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്കൊരു ബോട്ടിൽ വെച്ചിരുന്ന് 2 ആഴ്ച 10-15 ദിവസം എന്തായാലും വെച്ചിരുന്ന് ഒന്നും വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ നല്ലപോലെ നമ്മൾ മൊരിച്ചല്ലേ എടുക്കുന്നത്. 10 ദിവസം എന്തായാലും വെച്ചിരുന്ന് 10-15 ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തീ വളരെ സിമ്മിലാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. പാന് നല്ല ചൂടായിട്ടിരിപ്പുണ്ട്, അതുകൊണ്ട് തീ സിമ്മിൽ തന്നെ ഇട്ടിട്ട് വേണം ചെയ്യാനോ. ഒരുപാട് കൂട്ടി വെച്ച് ചെയ്താൽ കരിഞ്ഞു പോകും. കരിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും, വേറൊരു ടേസ്റ്റാവും കരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നല്ല കിരികിരാന്നിങ്ങനെ എന്താ പറയുന്നത്, നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി പച്ചമണം എല്ലാം മാറി അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പപ്പടം അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഈ മുളകും ഉള്ളിയും ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന പതുക്കെ ചെയ്യുക. അല്ലെങ്കിൽ പപ്പടം പൊടിയും. ഒരുപാട് കൈകൊണ്ട് പൊടിച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട്, പക്ഷേ അത് അത്ര അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാനും ഒക്കെ ഒരു നല്ല ഭംഗിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. അപ്പം നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇളക്കിയാൽ മാത്രം മതി, പെട്ടെന്ന് പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ പപ്പടം. അപ്പോൾ അതാ നല്ലപോലെ അതിൽ ഈ മുളകെല്ലാം പിടിച്ചൊന്ന് വരണം. അത് കഴിഞ്ഞ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലോട്ട് അടച്ചു വെച്ചാൽ മതി. ആവശ്യത്തിനനുസരിച്ച് നമുക്കെടുത്ത് കഴിക്കാം. അപ്പോൾ അതാ നമ്മുടെ പപ്പടം മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതാണ്ട് എൻ്റെ അടുക്കള ഭാഗത്ത് ഞാനിങ്ങനെ കുറേ ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത കൂട്ടത്തിലൊന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.